ചെവായൂർ ബാങ്കിൽ നിന്ന് കോടികളുടെ നിക്ഷേപമാണ് പിൻവലിക്കപ്പെടുന്നത്. കോവൂർ ശാഖയിൽ നിന്ന് 1 കോടിയോളം രൂപയുടെ നിക്ഷേപം പിൻവലിച്ചതായിട്ടാണ് വിവരം. പാറപ്പാടി ശാഖയിൽ നിന്ന് 10 ലക്ഷത്തോളം രൂപയും ചൊവ്വാഴ്ച പിൻവലിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായി തങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ കോൺഗ്രസ് നിക്ഷേപം പിൻവലിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് ബാങ്ക് ചെയർമാൻ GC പ്രശാന്ത് കുമാർ പറഞ്ഞു. മറ്റൊരു സഹകരണ ബാങ്ക് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ തങ്ങൾ ആരെയും നിർബന്ധിച്ചിട്ടില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. വിഷയം നിയമപരമായി നേരിടുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. 100 കോടിയുടെ ആസ്തിയും 504 കോടി നിക്ഷേപവുമുള്ള കോഴിക്കോട് ജില്ലയിലെ ആദ്യ സൂപ്പർ ക്ലാസ് ബാങ്കായ ചെവായൂർ സർവീസ് സഹകരണ ബാങ്ക് കോൺഗ്രസ് വിമതരും CPM-ഉം ചേർന്ന് പിടിച്ചെടുത്തത് കോൺഗ്രസിനെ ഞെട്ടിച്ചിരുന്നു. കല്ലേറും സംഘർഷവും ഉണ്ടാക്കി വോട്ടർമാരെ വിരട്ടിയോടിച്ചും ക്രമക്കേട് നടത്തിയുമാണ് ബാങ്ക് പിടിച്ചെടുത്തതെന്ന് കോൺഗ്രസ് നേതൃത്വം നേരത്തെ ആരോപിച്ചിരുന്നു. ഇതിന്റെ പേരിൽ ഞായറാഴ്ച കോഴിക്കോട് ജില്ലയിൽ ഹർത്താലും നടന്നു. CPM-നാവട്ടെ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ലോട്ടറിയാണ് ഈ നേട്ടം. പക്ഷേ ബാങ്ക് കയ്യിൽ നിന്ന് പോയതോടെ UDF പ്രവർത്തകർ ഭരണസമിതിക്ക് 8ന്റെ പണി കൊടുത്തിരിക്കുകയാണ്. UDF അനുകൂല നിക്ഷേപകർ കൂട്ടത്തോടെ പണം പിൻവലിക്കാൻ എത്തിയതാണ് ബാങ്കിന് തിരിച്ചടിയായത്. ബാങ്കിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും സമാന രീതിയിൽ പണം പിൻവലിക്കണമെന്ന ആവശ്യവുമായി നിക്ഷേപകർ കൂട്ടത്തോടെ എത്തുകയാണ്. 61 വർഷമായി കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കാണ് കോൺഗ്രസ് വിമതരും CPM-ഉം ചേർന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന പേരിൽ CPM പിന്തുണയോടെ മത്സരിച്ച കോൺഗ്രസ് വിമതരാണ് ബാങ്ക് ഭരണം പിടിച്ചെടുത്തത്.